മിഗ് ഫൈറ്റർ ജെറ്റുകൾക്ക് ചണ്ഡീഗഡിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ സേന വൻ യാത്രയയപ്പ് നൽകി. ഇന്ത്യൻ സേനകൾക്ക് ഏറെക്കാലം കരുത്ത് നൽകിയ മിഗിനെ യാത്രയാക്കുന്നതിൻ്റെ കാഴ്ചയാണ് ഇന്ത്യൻ മഹായുദ്ധത്തിൽ ഇനി. ചണ്ഡീഗഡിൽ നിന്ന് ധനേഷ് രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ പറന്നു പൊങ്ങിയത് ഒരു ചരിത്രമാണ്. രാജ്യത്തിന്റെ ആകാശക്കോട്ട 60 വർഷത്തോളം കാത്ത മിഗ് 21 രാജകീയമായ വിടവാങ്ങൽ നൽകിയിരിക്കുകയാണ് രാജ്യം. ശൈത്യകാലത്തിന് ശേഷം സൂര്യകിരണങ്ങൾ ശക്തമാകുന്ന മാർച്ച് മാസം. അങ്ങനെ ഒരു മാർച്ചിലാണ് 1963 സോവിയറ്റ് യൂണിയനിൽ നിന്ന് പറന്നു പൊങ്ങിയ ആ യന്ത്രപക്ഷി ചണ്ഡീഗഡിലെ ആകാശത്തെ തുളച്ചുകൊണ്ട് വ്യോമതാവളത്തിലേക്ക് പറന്നിറങ്ങിയത്. മിഗ് 21 ഇന്ത്യയിലുമിടയിലെ ചരിത്രം തുടങ്ങുന്നതും അവസാനിച്ചതും ചണ്ഡീഗഡിലെ ഈ വ്യോമതാവളത്തിലാണ്. മിഖായോൻ ഗുരുവേച്ച് എന്ന മിഗ് 21 പ്രതിരോധ രംഗത്ത് സോവിയറ്റ് യൂണിയന്റെ സംഭാവനയാണ്. മിഗ് യുദ്ധവിമാനങ്ങളുടെ നിരവധി പകർപ്പുകൾ വിവിധ സേനകളുടെ ഭാഗമായി. സോവിയറ്റ് യൂണിയനും ചൈനയും ഇറാഖും വിയറ്റ്നാമുമെല്ലാം മിഗ് 21 ഉപയോഗിച്ചു. ആയിരത്തി 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷമുള്ള പ്രതിരോധ ശക്തിപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് മിഗ് 21 വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യൻ ആകാശത്തിന്റെ കരുത്തും കാവലുമായി മിഗ് 21 വിമാനങ്ങൾ മാറി. സേനയുടെ ഭാഗമായതു മുതൽ തന്നെ വിശ്വസ്തനായിരുന്നു മിഗ് 21 ബൈസൺ. 60 വർഷത്തിലധികം നീണ്ട ചരിത്രത്തിൽ 874 മിഗ് 21 യുദ്ധവിമാനങ്ങൾ രാജ്യത്തിനായി സേവനമനുഷ്ഠിച്ചു. ആകെ യുദ്ധവിമാനങ്ങളിൽ 1/3. സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം കൂടി നടന്നതോടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് മിഗ് 21 ഇവിടെ തന്നെ നിർമ്മിച്ചു. പറത്തിയ പൈലറ്റുമാർക്കെല്ലാം മിഗ് 21 ഒരു വികാരമായി. It has been the mainstay, it has been a workhorse, it has been utilized in every kind of role that you can think of. And it has served us so well. ബംഗ്ലാദേശിന്റെ പിറവിക്ക് കാരണമായ 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ മിഗ് 21 വഹിച്ചത് നിർണായക പങ്ക്. ആ യുദ്ധത്തിൽ പാകിസ്ഥാന്റെ 8 യുദ്ധവിമാനങ്ങളെ മിഗ് 21 തകർത്തു. പിന്നീട് ഇങ്ങോട്ട് 1999 കാർഗിൽ യുദ്ധം, 2019 ബാലാക്കോട്ട് വ്യോമാക്രമണം, ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിലും മിഗ് 21 യുദ്ധവിമാനങ്ങൾ നിർണായകമായ പങ്കുവഹിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ എയർഫോഴ്സ് ആണ് അതിൻ്റെ ഒരു ലീഡ് എടുത്തിരിക്കുന്നത്. ഈ കംപ്ലീറ്റ് വെസ്റ്റേൺ റീജിയനിൽ ORP എന്ന് പറയും, ഓപ്പറേഷൻ റെഡിനെസ് പ്ലാറ്റ്ഫോം, അത് മെയിൻറ്റെയിൻ ചെയ്തതിൽ ഏറ്റവും വലിയൊരു റോള് നമുക്ക് മിഗ് 21 ആണ്. എമോഷണൽ കണ്ടൻറ്റാണ്. അതുകൊണ്ടാണ് നമ്മളെ സ്കെഡ്യൂളിൽ നിന്ന് വിട്ടിട്ടും നമ്മൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നത്. ടോട്ടൽ ആൾമോസ്റ്റ് അറൗണ്ട് 8 years ഞാൻ മിഗിന്റെ സ്ക്വാഡനിലൊക്കെ പണി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സേവനങ്ങൾക്ക് രാജ്യം നൽകിയ യാത്രയയപ്പിനാണ് ചണ്ഡീഗഡ് സാക്ഷിയായത്. അവസാനമായി മിഗ് 21 പറത്തിയ സ്ക്വാഡ്രൺ ലീഡർ പ്രിയ ശർമ്മയും സംഘവും പഴയ യുദ്ധകഥകളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. പാക് അതിർത്തിയിലും ചൈനീസ് അതിർത്തിയിലും രാജ്യത്തിനായി കാഴ്ചവെച്ച പോരാട്ട വീര്യത്തിന് അവസാനമായി ചണ്ഡീഗഡിന്റെ ആകാശം സാക്ഷിയായി. ബാദൽ പാന്തേസ് ഫോർമേഷനുകൾ കാഴ്ചക്കാർക്ക് ആവേശമായി ഒരിക്കൽ കൂടി മിഗ് 21 ഒരുക്കി. We had two big formations flying. One was the Badal formation. Badal was also the name of MiG-21. And Panther formation escorted by the LCA. The LCAs are the one which is signifying that they'll be taking over the role of MiG-21s from now on. പറക്കും ശവപ്പെട്ടി എന്ന് വിമർശകർ വിളിച്ചെങ്കിലും ഇന്ത്യയുടെ വൈമാനിക രംഗത്ത് സുവർണ ലിപികളാൽ എഴുതപ്പെടുന്നതാകും മിഗ് 21 ചരിത്രം. മിഗ് 21 വിമാനങ്ങൾ വിരമിച്ചെങ്കിലും ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിക്കുകയാണ്. അത്യാധുനിക വിമാനങ്ങളായ റഫാലും തേജസും ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് കൂട്ടിക്കഴിഞ്ഞു. തീർന്നില്ല, 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിലേക്ക് പോലും രാജ്യം ചുവടുവെച്ചിട്ടുണ്ട്. ഏതായാലും രാജ്യത്തിനായി 60ലേറെ വർഷം സേവനമനുഷ്ഠിച്ച മിഗ് വിമാനത്തിന് ഒരു ബിഗ് സല്യൂട്ട്.